ഇന്നലെ പോളിംഗ് ശതമാനം അതിനൊരു ഫൈനൽ കണക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പോസ്റ്റൽ വോട്ടുകളുടെയൊക്കെ ഒരു ഫൈനൽ കണക്കൂടി വന്നാൽ പോലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എന്തായാലും എത്തില്ല. മുന്നണികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ വോട്ട് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നും വോട്ട് വന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള വിശദമായ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഇന്ന് തുടങ്ങാൻ പോകുന്നു. എന്തായാലും 3 പേരും പുറത്തു പറയുന്നത് ഞങ്ങളുടെ സ്ഥാനത്ത് ജയിക്കും. ഏറ്റവും ആദ്യം പറഞ്ഞത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് പിന്നാലെ LDFിൻ്റെ വാർത്താ സമ്മേളനം. EN സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി ജയിക്കുമെന്ന് അവകാശപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ഞങ്ങൾ ജയിക്കും എന്ന് അവകാശപ്പെടുന്നു. 12,000 വോട്ടുകൾ ഞങ്ങൾ ജയിക്കും എന്ന് അവകാശപ്പെടുന്നു, 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. അപ്പം 3 പേരും ഇനി 23-ാം തീയതി വോട്ടെണ്ണി തുടങ്ങും വരെ 3 പേരും ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ശീലമാണ്. അപ്പോൾ ശ്രീകുമാരൻ ചേരുന്നുണ്ട് പാലക്കാട്. ശ്രീത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏതൊക്കെ മുന്നണികൾക്കാണ് ഇന്ന് മോർണിംഗ് ഗുഡ് എന്ന കാര്യം അറിയില്ല. ഇനിയിപ്പോൾ തലപോക്കലല്ലേ, ഇന്നും നാളെയും ആഞ്ഞ് തലപോക്കലല്ലേ, എന്താ സംഭവിച്ചത് എന്നുള്ള ആലോചനയിൽ മുന്നണികൾ. ശ്രീത്. തീർച്ചയായും ഹാഷ്മി, അങ്ങനെ 23 എന്ന് പറഞ്ഞൊന്നും നീട്ടല്ലേ ഹാഷ്മി. മറ്റന്നാൾ അത്ര അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഈ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുന്തോറും ആ ഒരു ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ്. മുന്നണികളെ പോലെ തന്നെ നമുക്കും ആരാണ്, എത്ര ശതമാനമാണ് കണക്ക് എന്നൊക്കെ അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഒക്കെ തന്നെ പുറത്തു വരും ഒരു ശതമാന കണക്ക്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണാടിയിലായിരുന്നു, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നത്. കണ്ണാടിയിൽ പക്ഷേ കാര്യമായ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും കണ്ണാടി CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഞാൻ നേരത്തെ ഇപ്പോഴും സൂചിപ്പിക്കുന്നത് ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിലിനോടും സ്നേഹം കാണിച്ച പഞ്ചായത്താണ്. മാത്തൂരും സമാനമായ രീതിയിലാണ്. പാലക്കാട് നഗരത്തിലെ പല പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ, അതായത് BJPയുടെ പല ശക്തി കേന്ദ്രങ്ങളിലും പോളിംഗ് കുറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് മൂത്താന്തറ ആയിക്കോട്ടെ, മറ്റു മേഖലകളായിക്കോട്ടെ, ചില പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക ഇപ്പോൾ തന്നെ 3 മുന്നണികൾക്കും നിലവിലുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടി VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. UDFിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ആ മാധ്യമങ്ങളെ കാണുന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി വലിയ അവകാശവാദം ഒക്കെ ഉന്നയിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ആ ഒരു വാർത്താ സമ്മേളനമെന്ന് കരുതുന്നു. CPMൻ്റെ നേതാക്കൾ MB രാജേഷ് അടക്കമുള്ള ആളുകൾ, ഇപ്പോൾ MB രാജേഷ് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. മറ്റു നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരും മാധ്യമങ്ങളെ കണ്ടേക്കും. അത് EN സുരേഷ് ബാബു ആയിക്കോട്ടെ, N കൃഷ്ണദാസ് ആയിക്കോട്ടെ, അവരും മാധ്യമങ്ങളെ കണ്ടേക്കും. അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും മാധ്യമങ്ങളിൽ നിന്ന് കണ്ടേക്കും. എന്തായാലും ആശങ്കയുണ്ട്, അതിനൊപ്പം നെഞ്ചിരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റന്നാൾ അങ്ങനെ പറഞ്ഞാൽ മതി, ഒരു ദിവസം കൂടിയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നമ്മൾ കണക്കിൽ കൂട്ടുന്നതേ ഇല്ല. സ്ഥാനാർത്ഥികളുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. അതെ, എന്തായാലും മറ്റന്നാൾ പോലും പറയണ്ട, ഏതാനും മണിക്കൂറുകൾ എന്ന് വേണം ഉറപ്പായിട്ടും പറയാം. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തെ ബാക്കിയുള്ള 12 മണിക്കൂർ, പിന്നെ 24 മണിക്കൂർ, അത് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പം ഈ പറയുന്ന കണക്കുകൾ നോക്കുന്ന തിരക്കിലാണ് മുന്നണികൾ. സ്വാഭാവികമായും ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കനുകൂലമായി, എന്നാൽ ഏത് മുന്നണിക്കാണോ നമുക്ക് ജയിക്കാൻ ആവശ്യമായ കണക്കുകൾ, ആ കണക്കിലേക്കേ മുന്നണികളുടെ കണക്ക് അവരെങ്ങനെയൊക്കെ നോക്കിയാലും അവർ പരാജയപ്പെടുന്ന ഒരു പോസിബിലിറ്റിയിലേക്ക് അവരുടെ കണ്ണുകൾ ആ കണക്കിലേക്ക് പോവില്ല. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കോൺഫിഡൻസിൻ്റെ കണക്കുകൾ മാത്രമേ അവർ നോക്കുകയുള്ളൂ. ആ കോൺഫിഡൻസിൻ്റെ കണക്കുകൾ മാത്രമേ അവർ പറയുകയുള്ളൂ. അപ്പോൾ ഇന്നും നാളെയും കൂടെ അവർ ആ കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് 23-ാം തീയതി സാക്ഷാൽ കണക്ക് വരുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ പാലക്കാട് ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ആരെയാണ് എന്നറിയാനും കഴിയുകയുള്ളൂ, അല്ലേ? അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിവാദ പരസ്യം വന്നിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ LDFിന്റെ വിവാദ പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ നടപടി സ്വീകരിക്കാനിരിക്കുകയാണ് സുപ്രഭാതം മാനേജ്മെന്റ്. പരസ്യം നൽകിയതിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ അമ്പലക്കടവ് പറയുന്നു. പരസ്യം തള്ളി സംസ്ഥാന നേതൃത്വം നേരത്തെ രംഗത്തെത്തിയിരുന്നു. BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടുത്തിയായിരുന്നു സുപ്രഭാതത്തിന് പാലക്കാട് ഡിവിഷനിൽ LDF പരസ്യം നൽകിയത്. സംസ്ഥാന നേതൃത്വം അതിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അതിൻ്റെ പത്ര മാനേജ്മെൻറ്റ് ആ പരസ്യത്തിൽ നിലപാട് പറയുമെന്ന് സമസ്ത പറഞ്ഞു. ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിലൂടെ ഈ അമ്പലക്കടവ് ആ നിലപാട് വ്യക്തമാക്കിയത്. നിലപാട് വ്യക്തമാക്കാൻ വോട്ടെടുപ്പ് കഴിയാൻ കാത്തിരിക്കണമായിരുന്നോ എന്ന ഒരു രാഷ്ട്രീയ ചോദ്യം ഉറപ്പായും ഈ മണിക്കൂറുകളിൽ സജീവമാവുക തന്നെ ചെയ്യും.